നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ ചാനലിൽ പറയുന്നത് പുതുവർഷത്തെക്കുറിച്ചാണ്. പുതുവർഷം എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ആളുകൾ പല രീതിയിൽ ചിന്തിക്കും. കാരണം ലോകത്തുള്ള എല്ലാവരും പുതുവർഷം ആചരിക്കുന്നത് ജനുവരി 1-ാം തീയതിയാണ്. ജനുവരി തൊട്ട് ഡിസംബർ മാസം വരെ പുതുവർഷം ആചരിക്കും. ജ്യോതിഷ മാസം ആരംഭിക്കുന്നത് മേടം 1 തൊട്ട് മീനം വരെ. മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് കർക്കിടകം വരെയും. അപ്പോൾ ചിങ്ങമാസം ആരംഭിക്കുകയാണ്. ചിങ്ങമാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ചിങ്ങത്തിന് അടുത്തൊരു നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. 1199-ാം ആണ്ട് തീർന്ന് 1200-ാം ആണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. പുതു നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മളുടെ മലയാളികൾക്ക് നമ്മളെ വർഷം. അപ്പോൾ ഇത് ഓരോ രാശിക്കാർക്കും ഈ പുതുവർഷം എങ്ങനെ ആയിരിക്കും എന്ന് നോക്കുന്നതാണ് ജ്യോതിഷത്തിലൂടെ. അങ്ങനെ പുതുവർഷത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ഓരോ രാശിക്കാരുടെ ഫലം എങ്ങനെയായിരിക്കും, ആ രാശിക്കാരെന്തൊക്കെ സൂക്ഷിക്കണം, അവർക്ക് നല്ലതാണോ എന്ന് മനസ്സിലാക്കി പോയാൽ പല അപകടങ്ങളിലും പെടാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഓരോ ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇന്ന് നമുക്ക് തുലാം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. തുലാം രാശിക്കാർക്ക്, അതായത് തുലാം രാശിക്കാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ 2ാമത്തെ പകുതി, ആദ്യ പകുതി കന്നിരാശി പോയി, 2ാമത്തെ പകുതി ചോതി നക്ഷത്രം, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം, ഈ 2.25 നക്ഷത്രമാണ് തുലാം രാശി. ശരിക്ക് ജ്യോതിഷ ശാസ്ത്രപ്രകാരം പറയുകയാണെങ്കിൽ ഈ പുതുവർഷം തുലാരാശിക്കാർക്ക് അത്ര നല്ലതല്ല. പലതരത്തിലുള്ള കഷ്ടതകൾ വരുത്താൻ ഇടവരുന്ന വർഷം തന്നെയാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ തന്നെയാണ്. സാമ്പത്തിക തകർച്ച ഉണ്ടാവുക, സമ്പത്ത് ബ്ലോക്കായി പോവുക, ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് കിട്ടാത്ത അവസ്ഥ വരിക. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ച് ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യുന്നവർ, അതുപോലെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സമയം തുടരരുത്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോയാൽ എന്തു ചെയ്യും? പൈസ ബ്ലോക്കായി പോവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ഇപ്പോൾ വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊള്ളാം. കാരണം ഗ്രഹപ്പിഴ സമയത്തേ വസ്തു മേടിക്കുകയോ ഗ്രഹം വയ്ക്കുകയോ ചെയ്യുള്ളൂ. ഇപ്പോൾ വീട് വയ്ക്കാൻ തുടങ്ങുന്നവർക്ക് കൊള്ളാം, നല്ല സമയമാണ്, വീട് വയ്ക്കാൻ ആരംഭിക്കാം. കാരണം നമുക്ക് കുറച്ച് പൈസയൊക്കെ ബ്ലോക്കായി പോയാലും അത് അസറ്റായി മാറും. അല്ലാതെ ബിസിനസ് ആദി കാര്യങ്ങളിലോ അതുപോലെ ഊഹ കച്ചവടങ്ങളിലോ ആർക്കെങ്കിലും വായ്പയായിട്ട് കൊടുക്കുകയോ ഒക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. മറ്റൊന്ന്, ശാരീരിക വൈഷമ്യം ഉണ്ടാവുന്ന സമയമാണ്. ശാരീരികമായി ശ്രദ്ധിക്കണം. 8-ൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. ആക്സിഡൻ്റ് ഉണ്ടാവാം, രോഗായി ദുരിതങ്ങൾ വിട്ടുമാറാതെ നിൽക്കാം. അതുപോലെ അസുഖം വന്നാൽ തന്നെ സമയത്തിന് സുഖം പ്രാപിക്കാത്ത അവസ്ഥയുണ്ടാവും. അതുപോലെ പലതരത്തിലുള്ള വിഷമാവസ്ഥകൾക്ക് ഇടവരുത്തും. ഇപ്പോൾ സന്തോഷത്തിന് പകരം വിഷമം കൂടുതലും സന്തോഷം കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ രാശിക്കാർ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ഇത് ഞാൻ വാർഷിക ഫലത്തെക്കുറിച്ച് കൂറിന ബേസ് ചെയ്തിട്ട് പറഞ്ഞു എങ്കിലും നമ്മളുടെ ജാതകഭാവവും കൂടി നോക്കിക്കൊള്ളുക. ജാതകഭാവത്തിൽ ഇപ്പോൾ ഗ്രഹങ്ങൾ വളരെ സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ ഈ കഷ്ടതയൊന്നും വരത്തില്ല, അവർക്ക് നേട്ടം വന്നു ചേരും. അതുകൊണ്ട് ആണ് ഇങ്ങനെ കഷ്ടത നിൽക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങളെ ജാതകവും കൂടി ഒന്ന് പരിശോധിച്ചോളുക.
ജാതകത്തിൽ മറ്റ് ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ മതി. ജാതകത്തിലും ദോഷം കൂടുതലായിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷത്തെ വളരെ പേടിക്കണം. സാമ്പത്തിക നഷ്ടം വരാതിരിക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ശത്രുഭയം ഉണ്ടാവാതിരിക്കാനും ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് പ്രതിവിധി നിർദ്ദേശിക്കണം. അതായത് ജാതകം കൂടി നോക്കിയിട്ട് മതി. ഇപ്പോൾ പ്രതിവിധി കൂടി നോക്കി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുത്തും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ഈ ചാനലിലൂടെ തന്നെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ലൈവ്. കാരണം ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ ഇവിടെ തന്നെ അതാത് സമയത്ത് എപ്പോഴാണ് ലൈവ് ചെയ്യുന്നു എന്നറിഞ്ഞ് ആ സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് ബന്ധപ്പെട്ട് ഫലം മനസ്സിലാക്കാൻ സാധിക്കും. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും കഷ്ടപ്പാടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ തുലാരാശിക്കാർക്കും കഷ്ടതയൊന്നും വരാതെ പുതുവർഷം ഭാഗ്യദായകമായി തീരാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.